ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉഴുന്നുവട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിന്ന് ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് റെസിപ്പി കൂടിയാണ്, ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. സോ സ്ക്രീനിൽ കാണുന്ന കുട്ടി റെഡ് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറക്കാതെ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വെക്കുക. ഒരു 1-2 മണിക്കൂർ വെച്ചാൽ മതിയാവും, ഒരുപാട് സമയം വെക്കണമെന്നില്ല. അപ്പോഴേക്കും നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടും. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൊത്തത്തിൽ നമ്മളെടുത്ത ഒരു കപ്പോളം ഉഴുന്ന് ഒരുമിച്ച് അരച്ചെടുക്കുന്നില്ല. നമ്മൾ ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോഴാണ് നന്നായിട്ട് അത് അരഞ്ഞ് കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വെച്ചില്ല. ആ വെള്ളമൊക്കെ നന്നായി ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രമേ ഇത് അരയ്ക്കാൻ മിക്സിയിലേക്ക് ഇടാവൂ. അപ്പം ഇനി നിങ്ങൾക്കത് അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ അത് അരഞ്ഞ് കിട്ടുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അത് ഭയങ്കരമായിട്ട് ലൂസായി കിട്ടും. നമുക്ക് നല്ല കട്ടിയുള്ള ബാറ്ററാണ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കാം. അപ്പോൾ ഇതേ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. അത് ഇങ്ങനെ പിടിക്കുമ്പോൾ താഴോട്ട് പോകാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പരുവത്തിലാണ് വേണ്ടത്. പിന്നെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അത് സാരമില്ല. പക്ഷേ മാക്സിമം നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ മിക്സറിലിട്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഗ്രൈൻഡറിൽ എടുക്കുന്ന അത്രയും സ്മൂത്തായിട്ട് കിട്ടില്ല. ബട്ട് മാക്സിമം നല്ല അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തിരിയൊക്കെ തരികളുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ താഴോട്ട് വീഴാത്ത പരുവത്തിലാവണം. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. അപ്പോൾ അത് ഇങ്ങനെ ഒരു ചെറിയൊരു ബോൾ എടുത്തിട്ട് നമുക്കതിങ്ങനെ ഉരുട്ടാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ താഴെ വീഴാത്ത രീതിയിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ കുറച്ചും കൂടി ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലും കുറച്ചീശെ ബാച്ചായിട്ട് ഈ ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. കുഞ്ഞൊരു ഉരുളെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്ലോട്ട് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. അതാകുമ്പോൾ നിങ്ങളുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിലൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ നന്നായിട്ടൊന്ന് ഫ്ലോട്ട് ചെയ്തിറക്കുന്നുണ്ട് മാവ്. അപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത എല്ലാ മാവും ഒരു വലിയ പാത്രത്തിലോട്ടാക്കി നമുക്ക് നന്നായിട്ടൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരുപാട് എയർ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബീറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് എയർ അതിലോട്ട് കയറും. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട പുറത്ത് നന്നായിട്ട് മുരിഞ്ഞിട്ടും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി നന്നായിട്ട് ഈ മാവിലോട്ട് ചേരണം. ഇനിയിപ്പോൾ നിങ്ങളുടെ മാവ് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ നല്ല ഇങ്ങനെ വെള്ളം പോലെ ആവരുത്. കറക്റ്റ് അതാ വെള്ളത്തിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഉരുളിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വരണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ല, വെള്ളം കൂടിപ്പോയെങ്കിൽ കുറച്ച് റവ ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വെള്ളം കൂടി പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് നമ്മൾ ദോശമാവൊക്കെ എടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് പുളിപ്പിച്ച് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയാണ് നിങ്ങളിത് എടുക്കുന്നെങ്കിൽ ഉഴുന്നുവട ഉണ്ടാക്കുന്നെങ്കിൽ രാത്രി ഇതുപോലെ തന്നെ മാവ് അരച്ച് നിങ്ങൾക്ക് പുളിപ്പിക്കാൻ വെക്കാം, ഫെർമെൻ്റ് ആവാൻ വെക്കാം. അതല്ല നിങ്ങൾ രാത്രിക്കാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാലത്ത് അരച്ച് വയ്ക്കാം. ഒരുപാട് നേരം ഇതിങ്ങനെ പുളിപ്പിക്കാൻ വെക്കരുത്. ഒരു 5-6 മണിക്കൂർ വെച്ചാൽ മതി, ഒരുപാട് നേരം വെക്കരുത്.
പിന്നെ ഇപ്പോൾ ഒരു ചൂടുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഫെർമെൻ്റ് ആയി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫെർമെൻ്റ് ആവാൻ വെക്കാം, പുളിപ്പിക്കാൻ വെക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ഇങ്ങനെ എയർ ഫ്ലോ വരും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആവാനോ അല്ലെങ്കിൽ ഫ്ലഫി ആവാനോ അത് നല്ല ഉപയോഗപ്പെടും. അപ്പോൾ അതിനുള്ള നന്നായിട്ട് ഇങ്ങനെ അതിലേക്ക് എയർ കയറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫെർമെൻ്റ് ആവാൻ വെക്കാം, ഒരു 5-6 മണിക്കൂർ വെക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മാവിനേക്കാൾ കുറച്ചും കൂടി ഡിഫറൻസ് ടെക്സ്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള മസാലകളും മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 1/4 കഷ്ണം സവാള നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ഞാനിവിടെ ഒരു 2 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അത് എടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സാമ്പാർ പൊടി, അതാണ് ഇതിന് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്, റെസ്റ്റോറൻറ്റ് സ്റ്റൈല്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച പൊടികളും അതുപോലെ തന്നെ ഇഞ്ചി സവാള എല്ലാം കൂടെ നമുക്ക് ഈ ഒരു മാവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററിലോട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു വശത്തേക്ക് മാത്രം എല്ലാം കൂടെ പിടിക്കും. അപ്പോൾ നന്നായിട്ട് മൊത്തത്തിൽ ഈ ബാറ്ററിലേക്ക് മൊത്തത്തിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ബാറ്ററിലോട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉഴുന്നുവട ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മുടെ കൈ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ഓരോ ചെറിയ ചെറിയ സ്കൂപ്പായിട്ട് നമ്മുടെ ബാറ്ററിൽ നിന്ന് എടുക്കുക. എന്നിട്ട് കയ്യിലോട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം വെള്ളത്തിൽ നമ്മുടെ ഒരു വിരൽ മുക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ കുഞ്ഞു ഓട്ടകളായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ തവണ ഓട്ട ഒന്ന് ആക്കുമ്പോഴേക്കും നമ്മൾ വെള്ളത്തിൽ വിരൽ മുക്കിയിട്ട് വേണം അതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് നേരത്തേക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അപ്പോൾ നമ്മുടെ കയ്യിലെ ചൂട് കൊണ്ട് ഇത് പെട്ടെന്ന് ലൂസായി പോവും. സോ ഇത് നിങ്ങൾ ആക്കി അപ്പം തന്നെ ഇത് പെട്ടെന്ന് പൊരിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിന് ശേഷം നമ്മൾ ഉഴുന്നുവട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ ഉഴുന്നുവട ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അത് കുറേ ഇങ്ങനെ ചെയ്തിട്ടാണ് കറക്റ്റായിട്ട് ആ ഒരു വട്ടത്തിലുള്ള ഷേപ്പ് കിട്ടുക. സോ എപ്പോഴും കയ്യിൽ വെള്ളം നനച്ചിട്ട് അത് കറക്റ്റ് ഷേപ്പാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നേരത്തേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു വെക്കാനാണ്. എണ്ണ നല്ല ചൂടായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. സോ നിങ്ങൾ അത്യാവശ്യം ഫ്രൈ ആയതിനു ശേഷം ഒന്ന് വേഗം മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. സോ ഇതുപോലെ നമുക്ക് എല്ലാ ഉഴുന്നുവടയും ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഫ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നന്നായി എണ്ണ ചൂടാക്കിയതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആകെ നമുക്ക് ഇത്തിരി സമയം എടുക്കുന്ന ആ ബാറ്റർ ഒന്ന് പുളിപ്പിക്കാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഉഴുന്നുവട ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ടും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ പുളിപ്പിക്കുന്നത്. അപ്പോൾ അത് മാത്രമേ ഒരു പണി ഇതിലുള്ളൂ. പിന്നെ നമ്മളിതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് സാമ്പാർ പൊടി ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ സാമ്പാർ പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു ഉഴുന്നുവടയുടെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും, അത് നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു സീക്രട്ട് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളത് സാമ്പാർ പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.